നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ദൈവീ സമ്പത്തിനെ വ്യാസഭഗവാൻ വളരെ വിശദമായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് കേൾപ്പിക്കുന്നിടത്താണ് നാം നമ്മുടെ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നത്. വ്യാസഭഗവാൻ ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു വച്ചു. ഗീതയിൽ അതിൻ്റെ ശാസ്ത്ര സമ്പ്രദായത്തിൽ, എന്നാൽ അതേ കാര്യം തന്നെ അദ്ദേഹം കാവ്യ സമ്പ്രദായത്തിൽ ഈ പ്രത്യേകതകളെ, ദൈവീ സമ്പത്തിൻ്റെ ഈ സവിശേഷതകളെ കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും സംഭവങ്ങളായും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പഠനത്തിൻ്റെ വിഷയം. അങ്ങനെ ദൈവീ സമ്പത്തിനെ നാം മനസ്സിലാക്കുമ്പോഴാണ് ഗീത നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നതായ ആ ആശയം നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായി തീരുക. അതേപോലെ തന്നെ മഹാഭാരത കഥകൾ നമ്മുടെ മുന്നിൽ ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ആശയം നമുക്ക് വ്യക്തമായി തീരുന്നതും അപ്പോൾ മാത്രമാണ്. അതാണ് ഈ പഠനത്തിൻ്റെ പ്രയോജനം. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യമക്രോധ. ഇതാണ് ആ ദൈവീ സമ്പത്തുകൾ. ഇനിയും അത് കുറെ കൂടിയുണ്ട്. ഇതുവരെ അഹിംസ വരെയുള്ള ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ വിവിധ കഥകളിലൂടെ നാം കണ്ടു കഴിഞ്ഞു. സത്യത്തെയും നാം കഴിഞ്ഞ ദിവസം കാണാൻ തുടങ്ങിയിരുന്നു. ഈ ജഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷിവൃക്ഷാദികളെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും ഒക്കെയാണ്. ഈ നാനാത്വങ്ങളെ അല്ലാതെ സർവത്ര അഖണ്ഡമായി നിലനിൽക്കുന്ന മാറ്റമില്ലാത്തതായ ബ്രഹ്മതത്വത്തെ ഈ കണ്ണുകൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അതാണുള്ളത്. ബാക്കിയെല്ലാം അതിൽ ഉണ്ടായി തോന്നുന്ന മിഥ്യാദർശനങ്ങൾ മാത്രം, താൽക്കാലിക ദർശനങ്ങൾ മാത്രം എന്ന് ശാസ്ത്രം നമ്മോട് പറയുമ്പോൾ അധികം പേർക്കും പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനാവില്ല. എന്തുകൊണ്ടെന്നാൽ അതിനു വേണ്ടിയിട്ടുള്ളതായ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഉപനിഷത്തുകളുടെയും ഭഗവത്ഗീതയുടെയും ഇതിഹാസ പുരാണങ്ങളിലൂടെ തൽകർത്താക്കൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും അന്തരംഗം നമുക്ക് കൈവശമായി തീരുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നാം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ഈ നാനാത്വങ്ങളെല്ലാം ഒരൊറ്റ ഏകത്വത്താൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, സത്വം രജസ് തമസ് എന്നുള്ളതായ ഗുണങ്ങളില്ലാത്ത, സർവജ്ഞമായ, സർവശക്തമായ, സർവവ്യാപകമായ ആ പരവുമായിരിക്കുന്ന സത്യം. അതിന് ജനനമില്ല, മരണമില്ല, രോഗമില്ല, വാർദ്ധക്യമില്ല, ദുഃഖമില്ല, ദൗർബല്യമില്ല. ഈ ലോകത്ത് നമ്മൾ ഇതര ജീവരാശികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യാതൊരു വിധത്തിലുള്ളതായ ച്യുതികളും ഈ പരമാത്മാവിനെ
ഈ സത്യത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് സത്യം എന്ന് പറയുന്നത്. ഒരിക്കലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് സത്യം. ആ സത്യം എല്ലാ പദാർത്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബുദ്ധി കൊണ്ടറിയണം. എന്നിട്ട് ക്രമേണ ഓരോ പദാർത്ഥത്തെയും ആ സത്യമായി കാണാൻ ശ്രമിക്കണം. നിർഗുണ നിരാകാര ബ്രഹ്മമായി കാണാൻ ശ്രമിക്കണം. അത്രത്തോളം എത്തിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവിടെ എത്തില്ല. അതിലേക്കുള്ളതായ മാർഗമെന്നുള്ള നിലയിൽ സത്യത്തെ സഗുണ സാകാരമായിട്ട് സകല വസ്തുക്കളിലും ദർശിക്കാൻ ശ്രമിക്കണം. സഗുണ സാകാരമായിട്ട് അനേകം രൂപങ്ങളും ഭാവങ്ങളും നാമങ്ങളും ഒക്കെ ഇതിഹാസ പുരാണങ്ങളിൽ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തന്ത്രശാസ്ത്രാദി ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വൈവിധ്യമാർന്ന രൂപഭാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ ഉപാസനാക്രമങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. നമ്മുടെ മനസ്സിനിണങ്ങുന്ന രൂപത്തിൽ, ഇണങ്ങുന്ന ഭാവത്തിൽ, മനസ്സിന് ഇണങ്ങുന്ന സമ്പ്രദായത്തിൽ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ സഗുണ സാകാരമായി നമുക്ക് എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും ദർശിക്കാനായി ശ്രമിക്കണം. അങ്ങനെ എല്ലാറ്റിനെയും നമ്മുടെ ഇഷ്ടദേവതയായി, നമ്മുടെ മനസ്സിനിണങ്ങുന്ന ദേവതയായി കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ മാർഗത്തിൽ വളരെയേറെ മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഒരേ ഇഷ്ടദേവതയായി വരുമ്പോഴേക്കും അവിടെ വിവിധ പ്രപഞ്ച പദാർത്ഥങ്ങൾ തമ്മിൽ ഉണ്ട് എന്ന് അതുവരെ തോന്നിക്കൊണ്ടിരുന്നതായ അന്തരം പൂർണ്ണമായിട്ടും അസ്തമിക്കും. ഉള്ളതൊന്നു മാത്രം തൻ്റെ ഇഷ്ടദേവത. ആ ഇഷ്ടദേവത മാത്രമാണ് കൺമുന്നിൽ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ആ ഇഷ്ടദേവത തന്നെ, താനും ആ ഇഷ്ടദേവത തന്നെ. വീണ്ടും ഒരു ചുവടുകൂടി ഈ അധ്യാത്മമാർഗത്തിൽ മുന്നേറുമ്പോഴേക്കും ആ ഇഷ്ടദേവത, സഗുണ സാകാരമായിരിക്കുന്ന ഇഷ്ടദേവത നിർഗുണ നിരാകാരമായി അനുഭവപ്പെടും. അതിൽ നിന്ന് വേറെയാണ് താൻ എന്നുള്ളതായ വിചാരവും പൂർണ്ണമായും ലയിച്ചടങ്ങും. അതുമാത്രമായിട്ട് ആനന്ദഘനമായ ബോധവസ്തു മാത്രമായിട്ട് അവശേഷിക്കും. അതാണ് സത്യം എന്നുള്ളതായ ഈ ദൈവീ സമ്പത്ത് കൊണ്ട് ഭഗവാൻ വേദവ്യാസൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വേദാന്തശാസ്ത്രത്തിൻ്റെ വളരെ ഉപരിതലങ്ങളിലുള്ളതായ പരിശീലനം ആണ് ഈ സത്യ അഭ്യാസം. കഴിഞ്ഞ ദിവസം നമ്മൾ അത് നമ്മുടെ ഈ നാനാത്വ ഭ്രമങ്ങളുടെ നടുവിൽ നിന്ന് തുടങ്ങി ആ ഏകത്വത്തിലെത്തി. ആ ഏകത്വത്തിൻ്റെ പ്രത്യേകതകൾ കുറേയേറെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ ഏകത്വമാണ് ഈ നാനാത്വങ്ങളെയെല്ലാം നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്ന് തുടർന്ന് ഭീഷ്മൻ നമ്മോട് പറയുകയാണ്. ഭീഷ്മൻ്റെ വാക്യമാണിത്, യുധിഷ്ഠിരനോടുള്ളതായ വാക്യം. അവിടെ രാജസൂയ ഘട്ടത്തിൽ കൃഷ്ണന് അഗ്രപൂജ നൽകാനായിട്ട് ഭീഷ്മൻ നിർദ്ദേശിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കോപാകുലനായിട്ട് ശിശുപാലൻ വളരെയേറെ രൂക്ഷമായ ഭാഷയിൽ ഭത്സനങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഭീഷ്മൻ പറഞ്ഞു, യുധിഷ്ഠിര, അത് വേണ്ട. കൃഷ്ണനെ ഇതുവരെയും ഈ ശിശുപാലന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന പരിശ്രമം വൃഥാവിലാണ്. അത് വിട്ടേക്കുക. ഇവിടെ ഇരിക്കുന്ന സജ്ജനങ്ങൾക്ക് കൃഷ്ണൻ ആരെന്നറിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർഗുണ നിരാകാരമായ പരമസത്യം, അതാണ് കൃഷ്ണൻ. അദ്ദേഹം സഗുണ സാകാരമായിട്ട് ലോക അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതാ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തെക്കാളും അഗ്രപൂജ അർഹിക്കുന്ന വേറൊരാൾ ഈ ജഗത്തിലില്ല, ഈ ജഗത്തിനപ്പുറവുമില്ല. അതിനാൽ അദ്ദേഹത്തിന് അഗ്രപൂജ നൽകാനുള്ള തീരുമാനം പരിപൂർണമായിട്ടും ശരിയാണ് എന്ന് ഭീഷ്മൻ ഉറപ്പായി പറയുന്നത് നാം കേൾക്കും. സത്യത്തെ ഒരു നല്ലൊരു ആകർഷകമായ കഥയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വ്യാസഭഗവാൻ ഭീഷ്മൻ്റെ കണ്ഠങ്ങളിലൂടെ. ആ പരമാത്മാവ് അദ്ദേഹം
ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, അതേപോലെ തന്നെ ഈ ലോകത്തെ ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തെ ഉപസംഹരിച്ചു കഴിഞ്ഞാലോ പിന്നെ ഈ നാനാത്വങ്ങളൊന്നും അവിടെ ദൃശ്യമാവില്ല. പിന്നെ ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് പുരാധ പ്രളയേ പ്രാപ്തേ നഷ്ടേ സ്ഥാവരജംഗമേ. പണ്ട് പ്രളയം ഉണ്ടാകുന്ന അവസരത്തിൽ സൃഷ്ടിയും സ്ഥിതിയും പ്രളയവും ഇങ്ങനെ കൃത്യമായ കാലപ്രമാണങ്ങളിൽ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. എത്രയോ തവണ സൃഷ്ടി നടന്നിരിക്കുന്നു, എത്രയോ തവണ പ്രളയവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മുമ്പ് പ്രളയത്തിന് ശേഷം ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം ആ പരമാത്മാവിൽ സമ്പൂർണമായിട്ട് ലയിച്ചു കഴിഞ്ഞ അവസരത്തിൽ ബ്രഹ്മാദിഷു പ്രലീനേഷു നഷ്ടേ ലോകേ ചരാചരേ. ബ്രഹ്മാദികളായ ദേവന്മാർ അവരെല്ലാവരും ലയിച്ചു പോയ അവസരത്തിൽ, അതേപോലെ തന്നെ സ്ഥാവര ജംഗമാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സമ്പൂർണമായും അന്തർധാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ എന്തു ചെയ്തു? അദ്ദേഹം കൃത്യസമയത്തിന് തന്നെ ജഗത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് ബ്രഹ്മാണം അസൃജത് സ്വയം. അദ്ദേഹം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിലൂടെയാണ് ഈ ജഗത്തിനെ അദ്ദേഹം സൃഷ്ടിക്കുക. ആഭൂത സംപ്ലവേ പ്രാപ്തേ പ്രളീനേ പ്രകൃതോ മഹാൻ ഏകസ്തിഷ്ഠതി സർവാത്മാ സതു നാരായണ പ്രഭു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വപദാർത്ഥങ്ങളും ലയിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ അവശേഷിക്കുന്ന ഒരാൾ മാത്രം, നാരായണനായിരിക്കുന്ന ആ പ്രഭു മാത്രം. ആ നാരായണൻ ഈ ജഗത്തിലുള്ള സമസ്ത ചരാചരങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ നാരായണൻ എന്ന് പറയുന്നത്. എല്ലാം ലയിച്ചു കഴിഞ്ഞാലും നിലനിൽക്കുന്നത് അദ്ദേഹം മാത്രമാണ്. ആ നാരായണൻ്റെ അംഗങ്ങളാണ് ഈ ജഗത്തിൽ സൃഷ്ടിക്ക് ശേഷം നാം കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എന്ന് നാം അറിയണം. ഇക്കാണായ പദാർത്ഥങ്ങളൊന്നും ആ നാരായണനിൽ നിന്നിട്ട്, ആ സത്യത്തിൽ നിന്നിട്ട് ഒരിക്കലും ഒരു പ്രകാരത്തിലും ഭിന്നമല്ല. നാരായണനാണ് എല്ലാം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ഭീഷ്മൻ വളരെ മനോഹരമായി കാവ്യാത്മകമായ രീതിയിൽ പറയുന്നു. നാരായണസ്യ ജാംഗാനി സർവദൈവാനി ഭാരത. അല്ലയോ യുധിഷ്ഠിര, ഈ ലോകത്തെ മുഴുവൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ദേവതാഭാവങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഈ നാരായണൻ്റെ ലയത്തിന് ശേഷം അവശേഷിക്കുന്നതായ ആ നാരായണൻ്റെ അംഗങ്ങളാണ് എന്നറിയണം. ലയത്തിന് ശേഷം അദ്ദേഹം സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സങ്കല്പിക്കുന്നു, സൃഷ്ടി നടക്കുന്നു. അതിനുവേണ്ടി ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിനെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നു. വീണ്ടും ആ സൃഷ്ടിയുടെ ഫലമായിട്ട് ആ പ്രക്രിയ, സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ആ നാരായണൻ്റെ തന്നെ ചൈതന്യം 33 കോടി സമ്പ്രദായങ്ങളിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ബ്രഹ്മാവിൽ കൂടി, ആ ചൈതന്യം ബ്രഹ്മാവിൽ കൂടിയാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നിറയുന്നത്. അങ്ങനെയുള്ള നാരായണ ചൈതന്യ പ്രവാഹങ്ങൾക്ക് ദേവന്മാർ എന്ന് പേര്. ആ ദേവന്മാർ ഈ നാരായണൻ്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രളയത്തിന് ശേഷവും നിലനിൽക്കുന്നതായ ഏകനായ രണ്ടില്ലാത്തതായ നാരായണൻ, സൃഷ്ടി കഴിഞ്ഞ ശേഷവും ഈ ലോകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിലനിൽക്കുന്ന ഏകനായ നാരായണൻ, ആ നാരായണൻ്റെ അവയവങ്ങളാണ് മുഴുവൻ ദേവന്മാരും എന്നറിഞ്ഞുകൊള്ളണം. ശിരസ്തസ്യ ദിവം രാജൻ നാഭിഖം ചരണവുമഹി. ആ നാരായണൻ്റെ ശിരസ്, വിശ്വരൂപനായി നിൽക്കുന്ന ആ നാരായണനെ ഭീഷ്മൻ നമുക്ക് കേൾപ്പിച്ചു തരികയാണ്. ആ നാരായണൻ്റെ ശിരസ്
സൂക്ഷ്മ ലോകങ്ങളാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ദിവം, അതാണ് നാരായണൻ്റെ ശിരസ്. സൂക്ഷ്മലോകങ്ങൾ, ആകാശം എന്നും എളുപ്പത്തിൽ പറയാം. അതാണ് നാരായണൻ്റെ ശിരസ്. അതേപോലെ തന്നെ ആ സൂക്ഷ്മമണ്ഡലങ്ങൾ, ആകാശത്തിനും അപ്പുറത്തുള്ളതായ സൂക്ഷ്മമണ്ഡലങ്ങൾ, അതാണ് നാരായണൻ്റെ ശിരസ്. ആകാശമാകട്ടെ അത് നാരായണൻ്റെ നാഭിയാകുന്നു. നാഭി ഖം, ആകാശം, ഖം ആകാശം, നാരായണൻ്റെ നാഭിയാകുന്നു. ചരണവുമഹി, ആ നാരായണൻ്റെ പാദങ്ങൾ ഈ ഭൂമിയാകുന്നു എന്നറിഞ്ഞുകൊള്ളണം. ഈ ലോകത്തിലെ സർവ്വപദാർത്ഥങ്ങളും ഈ ഭൂമിയിലും ആകാശത്തിലും ആകാശത്തിനും അപ്പുറത്തുള്ളതായ സൂക്ഷ്മമണ്ഡലങ്ങളിലുമായിട്ട് നിറഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം തന്നെ നാരായണൻ്റെ അവിഭക്തമായിരിക്കുന്ന അംഗങ്ങളാണ് എന്ന് അറിയുമ്പോൾ ഈ ലോകങ്ങളിലുള്ളതെല്ലാം തന്നെ ആ നാരായണൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് വ്യക്തമായി തീരും. ആ സത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമായി തീരും. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത്. ഈ ലോകത്തിൽ യാതൊന്നാണോ ജഗത്തായി കാണപ്പെടുന്നത്, ചലിക്കുന്നതായിട്ടും ചലിക്കാത്തതായിട്ടും ഒക്കെ കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അവയെല്ലാം ഈശനാൽ, നാരായണനാൽ, സത്യത്താൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു എന്ന് ഉപനിഷത്ത്.